ഹലോ ഓൾ. സോ സ്ട്രേറ്റ് ടു ദ ടോപ്പിക്, നമ്മുടെ JEE സെഷൻ 1 അനാലിസിസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, അതാണ്. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, സർ എൻ്റെ റാങ്കിന് എത്ര എക്സ്പെക്ട് ചെയ്യാം, ഞാനിനി ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് ഞാൻ JEE മെയിൻസിനാണോ അതല്ല അഡ്വാൻസ്ഡിനാണോ ഞാൻ കൂടുതൽ ഫോക്കസ് എടുക്കേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്? ഈ രണ്ട് ആസ്പെക്ട്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്താണ് ഞാൻ വരുത്തിയ തെറ്റ്? ഈ തെറ്റ് ആക്ച്വലി കമൻറ്റ് ബോക്സിൽ അപ്പോൾ തന്നെ ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞിരുന്നു. അതിന് പുറമെ അന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. വിളിച്ചത് മറ്റാരുമല്ല, നമ്മുടെ ബ്രില്യൻറ്റ് വാലയുടെ ഡയറക്ടറായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന ജോർജ് സാറാണ്. അപ്പോൾ ജോർജ് സാറ് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. സാറ് പറഞ്ഞു നമ്മുടെ വീഡിയോസൊക്കെ വളരെ റെഗുലർലി കാണാറുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ എന്താ പറയുക, സാറ് നോട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് അത്രയധികം വ്യൂവർഷിപ്പ് ഉണ്ട് എന്നുള്ളതിൽ, അത്തരം ആളുകളൊക്കെ നമ്മളെ നോട്ട് ചെയ്യുന്നുണ്ടെന്നതിൽ വളരെ സന്തോഷം തോന്നി. സാർ പറഞ്ഞ മിസ്റ്റേക്ക് ഇതാണ്. ഓക്കെ, എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്ക് സാറും അതേപോലെ ചൂണ്ടിക്കാണിച്ചത് ഇതാണ്. ഞാൻ പറഞ്ഞിരുന്നു ബ്രില്യൻറ്റ് വാലയിൽ നിന്ന് കഴിഞ്ഞ വർഷം എത്ര ആളുകളാണ്, കഴിഞ്ഞ വർഷം സെഷൻ 2-ൽ 176 ആളുകളാണ്, ഇത്തവണ 235 ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 235 എന്നുള്ളത് സെഷൻ 1-ലെ കണക്കാണ്, 2024 അല്ലേ, 2024. എന്നാൽ 176 എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു അത് സെഷൻ 1 2023-ലെ കണക്കല്ല, അത് സെഷൻ 2 2023-ലെ കണക്കാണ്. ബേസിക്കലി ഞാൻ അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ എടുത്തത്, പക്ഷേ അത് സെഷൻ 2-ന്റെ കണക്കാണ്, അല്ലാതെ സെഷൻ 1-ന്റെ കണക്കല്ല എന്ന് പറഞ്ഞു. സോ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി 176 അല്ല, നേരെ മറിച്ച് 104 ആണ് എന്നാണ് സാറ് പറഞ്ഞത്. സോ 104-ന് 235-ലോട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ വർഷത്തിന് ഈ വർഷം സെഷൻ 1-ൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സാറിൻ്റെ ബേസിക്കലി ഉള്ള പോയിന്റ് എന്നുള്ളത്. ഓക്കെ, സോ എനിക്കൊരു മിസ്റ്റേക്ക് വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. തീർച്ചയായിട്ടും എന്താ പറയുക, ആ ഡാറ്റ ഈ ഒരു അദ്ദേഹം പറഞ്ഞ ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഈ ഒരു ഡാറ്റ പോയിന്റ് മാത്രമാണ് തെറ്റിയത്. സോ ഈ രീതിയിലാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ബട്ട് സ്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അദ്ദേഹം ഒരുപാട് ഇൻസൈറ്റ്സ് ഷെയർ ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ഇത്തവണ ഇത്രയധികം ആസ്പിറൻസ് വരാനുള്ള കാരണം കെമിസ്ട്രിയും ഫിസിക്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ പോലെ കുറച്ചധികം ഈസി ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ചധികം ഈസി ആയിട്ടുണ്ട്. കുറച്ച് നീറ്റ് ആസ്പിറൻസ് വലിയൊരു നമ്പറില്ലെങ്കിലും കുറച്ചൊക്കെ 99% അബവ് വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇത് എളുപ്പമായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്കാണ് എൻ്റെ ഒരു അനാലിസിസിൽ വന്ന ഏക മിസ്റ്റേക്ക് എന്നുള്ളത്. സോ താങ്ക്സ് ഫോർ പോയിന്റിങ് ദാറ്റ് ഔട്ട്. നമുക്കൊരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് അതിനെ തിരുത്തുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ലെസൺസിലൊന്ന്. കാരണം നമ്മളതിൽ പ്രത്യേകിച്ചൊരു ലൈക്ക് ദിസ് ഈസ് ഓൾ അബൌട്ട് എന്താ പറയുക, സ്റ്റുഡൻസ് ദെയർ ആസ്പിറേഷൻസ് ആൻഡ് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാറ്റ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു ഡാറ്റ ഇൻകംപ്ലീറ്റ് ആണ്. ഓഫ് കോഴ്സ് ഡാറ്റ ഇൻകംപ്ലീറ്റ് ആണ്, എനിക്ക് മുഴുവൻ ഡാറ്റ എടുക്കാൻ സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. ബട്ട് ദ പോയിന്റ് സ്റ്റാൻഡ് സ്റ്റിൽ. എന്താണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് ഏകദേശം 2.4% ആണ്. ബട്ട് നമ്മുടെ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് 3.9% ആണ്. അതിൽ 2.4% ആളുകൾ മാത്രമാണ് കേരളത്തിൽ എന്തിലുള്ളത്, അവിടെ ടോപ്പിൽ വന്നിട്ടുള്ളത്, 99% വന്നിട്ടുള്ളത്. ദ റീസൺ എന്താണ്, നമ്മുടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ്റെ അഭാവമാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നൗ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വന്നു, നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത പ്രാവശ്യം നിങ്ങൾ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ JEE സെഷൻ 1-ൽ എന്താ പറയുക, സെഷൻ 1-ലും സെഷൻ 2 കൂടി യുണീക്കായിട്ട് എഴുതിയ, ലൈക്ക് രണ്ടും കോമൺ ആയിട്ട് എഴുതിയ ആളുകളുടെ എണ്ണം 6.3 lakhs ആണ്. ഓക്കെ, ബട്ട് ടോട്ടൽ എഴുതിയ ആളുകളുടെ എണ്ണം എത്രയാണ്, 11.6 lakhs ആണ്. 11.6 lakhs ആണ്. ഓക്കെ, ഇത് രണ്ട് എക്സാംസും 1 and 2 എഴുതിയ ആൾക്കാരാണ്. ഇത് 1 or 2 എഴുതിയ ആൾക്കാരാണ്. ഇതിനർത്ഥം എന്താണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ കഴിഞ്ഞ തവണ 8.2 lakhs ആണ് സെഷൻ 1 എഴുതിയത്. പിന്നെ സെഷൻ 2 ആയപ്പോഴേക്ക് ടോട്ടൽ എഴുതിയ ആൾക്കാർ 11.6 എഴുതി. സെഷൻ 2 എഴുതിയ ആൾക്കാരുടെ, സെഷൻ 2 ഓൺലി എഴുതിയ ആൾക്കാരുടെ എണ്ണം 8.83 lakhs ആണ്. ഓക്കെ, സെഷൻ 1 മാത്രം എഴുതിയ ആൾക്കാരുടെ എണ്ണം 8.2 lakhs ആണ്. അപ്പോൾ സെഷൻ 1 to സെഷൻ 2 നമ്മൾ നോക്കുമ്പോൾ ദർ ഇസ് നോട്ട് എന്താ പറയുക ഹ്യൂജ് നമ്പർ ഡിഫറൻസ്. ബട്ട് ആക്ച്വലി ആഡപ്പ് ചെയ്യുമ്പോൾ, ഇത് രണ്ടും കൂടി ആഡപ്പ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്, 11.6 lakhs വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 6.3 lakhs ആണ് കോമൺ. ബാക്കി ആളുകൾ
3 lakhs എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്തിനാ നോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തവണ നമുക്ക് എത്ര ആൾക്കാർ എഴുതിയത്, ഏകദേശം 12 lakhs ആൾക്കാർ എഴുതിയത് അല്ലേ. അപ്പോൾ ഒരു എക്സ്ട്രാ അടുത്ത എക്സാം മേ ബി എഗെയിൻ ഒരു 12.5 അല്ലെങ്കിൽ 13 lakhs ആൾക്കാരൊക്കെ ആയിട്ട് എഴുതുന്നുണ്ടാവുക. പക്ഷെ ആ 13 lakhsൽ മേ ബി ഒരു 3 lakh ആളുകൾ എന്തായിരിക്കും, പുതിയതായിട്ട് വന്നതായിരിക്കും. ഈ ഒരു സ്ലാക്ക് നമ്മൾ കാണണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് പറഞ്ഞത്. അതായത് ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത്തവണ 99% കിട്ടി, 99% കിട്ടി. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റാങ്ക് എത്രയാണ്, നിങ്ങൾക്ക് സെഷൻ 1ലാണ് ടോപ്പ് വരുന്നതെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റാങ്ക് 12,000 ആണ്. ഈ 12,000 എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ NITയിൽ എത്തിക്കുന്ന റാങ്കാണ് ജനറലി. ഓക്കെ, പക്ഷെ നിങ്ങൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യേണ്ട റാങ്ക് എന്താണ്, ഈ 3 lakhs എക്സ്ട്രാ വരികയാണെങ്കിൽ ടോട്ടൽ എഴുതിയ ആൾക്കാരുടെ എണ്ണം എത്രയാവും, 15 lakhs ആവും. നോ പ്രൊവൈഡഡ് യു ആർ നോട്ട് റൈറ്റിംഗ് സെഷൻ 2. നിങ്ങൾ സെഷൻ 2 എഴുതുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ സെഷൻ 2 എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ആക്ച്വലി 12,000 ആണോ വരിക, അല്ല, നിങ്ങളുടെ പെർസെൻറ്റേജ് ടോപ്പ് 99% ആണ്. 15 ലക്ഷം ആൾക്കാർ എഴുതിയാൽ യുവർ റാങ്ക് വിൽ ഷിഫ്റ്റ് ബൈ 3,000. എത്ര വരും, 15,000 വരും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അതായത് കൂടുതൽ കുട്ടികൾ ലൈക്ക് ചിലപ്പോൾ സെഷൻ 2 എഴുതുന്ന കുട്ടികളുടെ ആസ് സച്ച് നമ്പർ ഇൻക്രീസ് ചെയ്തില്ലെങ്കിലും ടോട്ടൽ പൂൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 99% ഇപ്പോഴുള്ള വാല്യൂ 12,000 ആണെങ്കിലും മേ ബി അടുത്ത എക്സാം കഴിയുമ്പോൾ 99%നുള്ള വാല്യൂ എത്രയായിരിക്കും, മേ ബി അത് 15,000 ആയിട്ട് കൂടും. ഓക്കെ, യു ഗെറ്റ് മൈ പോയിന്റ്, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 12,000 ഈ 15,000 പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഇപ്പം 98% കിട്ടിയ ഒരാൾക്ക് മേ ബി അയാൾ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. അവർ ചിലപ്പോൾ ഇപ്രാവശ്യത്തെ ലാസ്റ്റ് റാങ്ക് ഒക്കെ നോക്കി 24,000 ആയിരിക്കും എൻ്റെ റാങ്ക്. അപ്പോൾ ഈ 24,000 ഉള്ളിൽ എനിക്ക് NIT കാലിക്കറ്റിൽ ഒരു സീറ്റ് ഉണ്ടോ എന്നൊക്കെ കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നോക്കിയിരിക്കുന്നുണ്ടാവും. ബട്ട് ആക്ച്വലി ഇത് 24,000 അല്ല വരിക, മേ ബി എത്ര ആയിരിക്കും വരിക, 30,000 ആയിരിക്കും വരിക. ഈ 30,000 എന്നുള്ള പോലെ എൻ്റെ ഒരു അസംഷനാണ്. ചിലപ്പോൾ അതിന് അപ്പുറത്തോട്ടോ കുറച്ചൊക്കെ കൂടാം. കഴിഞ്ഞ വർഷം എന്താണ് ഒരു 3 lakhs ഡിഫറൻസ് വന്നതിൻ്റെ ബേസിസിലാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, അത് അങ്ങോട്ട് എക്സ്ട്രാപൊളേറ്റ് ചെയ്താണ്, കംപ്ലീറ്റ്ലി ട്രൂ ആയിക്കണമെന്നില്ല. കുറച്ചുകൂടി മേലോട്ട് വരാനാണ് എൻ്റെ അഭിപ്രായത്തിൽ സാധ്യത. കാരണം ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗിന് ഒരു ബൂം നമ്മൾ കാണുന്നുണ്ട്. സോ ഈ ഒരു 30,000 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. എത്രയല്ല, 24,000 അല്ല. ഓക്കെ, യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? യെസ്. അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ അടുത്ത ഒരു എക്സാമിന് നമ്മൾ പ്ലാൻ ചെയ്യാൻ. എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു 1% 15,000 റാങ്ക് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ പെർസെൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാഞ്ച് NIT കാലിക്കറ്റിൽ കിട്ടും. എസ്പെഷ്യലി ഹോം സ്റ്റേറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ജോസ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കഴിഞ്ഞൊരു 6 എന്താ പറയുക, നിങ്ങൾക്കൊരു കഴിഞ്ഞ 6 കൗൺസിലിങ്ങിൻ്റെ, കഴിഞ്ഞ വർഷത്തെ 6 കൗൺസിലിങ്ങിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ചിലപ്പോൾ നമുക്കൊരു OBC ജനറലൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുന്നതിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ നോക്കി നോക്കുക. അല്ലെങ്കിൽ EWSO എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കുറച്ച് അസംഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും. അത് വേണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിൽ നിന്ന്, നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ ഓൾറെഡി അവിടെ പഠിക്കുന്ന ആളുകളോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റാങ്ക് വെച്ച് ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 15,000 ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കഴിഞ്ഞ വർഷത്തെ ഇതിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ എന്താ പറയുക, ഡെഫിനറ്റ്ലി ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ അഡ്വാൻസ്. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കിട്ടൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്തിനാണ് നിങ്ങൾ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ മെയിൻസിലാണ് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അഡ്വാൻസ്ഡിനേക്കാളും. ഓക്കെ, ഈ നിങ്ങളുടെ ഒരു പെർസെൻറ്റേജ് ഫോർ എക്സാമ്പിൾ 95%, ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരു 97, 98 ഒക്കെ വന്നിട്ട് ആ ബ്രിങ്കിൽ നിൽക്കുന്ന കാറ്റഗറി അനുസരിച്ച് കിട്ടുമോ, ഗേള് ബോയ് അനുസരിച്ച് കിട്ടുമോ എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കുറിച്ച് കേട്ടോ. നിങ്ങളൊരു 95% ബിലോ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മെയിൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. യു ഹാവ് എ ഹ്യൂജ് റിസ്ക്. ഓക്കെ, അപ്പോൾ 95 ലെസ് ദാൻ 95 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ മെയിൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അഡ്വാൻസ്ഡ് നമുക്ക് അതിന് ശേഷം നോക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അഡ്വാൻസ് തീരെ നോക്കണ്ട എന്നുള്ളതല്ല, ഡെഫിനറ്റ്ലി നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് നോക്കിയിട്ടൊന്നും കിട്ടില്ല. പക്ഷേ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തിലായിരിക്കണം? മെയിൻസിലായിരിക്കണം. പിന്നെ അത് നിങ്ങൾ ഇത് ഡിസൈഡ് ചെയ്യുന്നത് എന്താ പറയുക, എത്ര അഡ്വാൻസ്ഡ് പഠിക്കണം, എത്ര മെയിൻസിന് പഠിക്കണം, ഇറ്റ്സ് ആക്ച്വലി വെരി ഡിഫിക്കൽട്ട്. എനിക്ക് ഇവിടുന്ന് പറയാനും ആക്ച്വലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അതായത് അഡ്വാൻസ്ഡ് നിങ്ങൾക്ക് എത്രത്തോളം ഫെയർ ചെയ്യാൻ സാധിക്കും. ചില ആൾക്കാരുണ്ടാവും മെയിൻസിന് കുറഞ്ഞാലും ഐ വിൽ സ്കോർ ബെറ്റർ ഇൻ അഡ്വാൻസ്ഡ്, ആ രീതിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ. കാരണം അഡ്വാൻസ് ഇസ് എ ഡിഫറെൻറ്റ് ഗെയിം ഓൾ ടുഗദർ. ഓക്കെ, ഈ പോലത്തെ ക്വസ്റ്റ്യൻസേ അല്ല, ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതെനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ആൾക്കാരുണ്ടാവും, എന്നാൽ അത് തൊടാനേ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ലെവൽ ഓഫ് കോൺഫിഡൻസിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ബട്ട് ഡെഫിനറ്റ്ലി മെയിൻസ് തന്നെയാണ് അഡ്വാൻസ് കൊണ്ട് പോകുന്നതിനും ഈ ക്വസ്റ്റ്യൻസിന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ജനറലി നോർമലി ഉള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്വാൻസ്ഡ് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ലെസ് ദാൻ 95 certainly നിങ്ങളുടെ റാങ്ക് വരുന്നത് എന്തായാലും 75,000 പ്ലസ് ആയിരിക്കും. നിങ്ങൾ എന്തായാലും
എന്തിനോട്ട് നോക്കണം, നിങ്ങൾ അഡ്വാൻസ്ഡിലോട്ട് എന്തായാലും നോക്കണം. ഓക്കെ, മേ ബി ഈ 95% ബിലോയിൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ചില കാറ്റഗറീസ്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു SC/ST കാറ്റഗറിയാണ്, അല്ലെങ്കിൽ അത്രത്തോളം അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു എക്സെപ്ഷൻ ആണ്. അത്തരം ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചിലപ്പോൾ അഡ്വാൻസ്ഡിലോട്ട് ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് എസെൻഷ്യലി നിങ്ങളോട് എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും ഇത്തരം അനാലിസിസ് കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക മറക്കേണ്ടതില്ല. ഓക്കെ, താങ്ക്സ്, ബൈ.